വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ പിന്നെയും എറണാകുളത്ത് പോകും. എന്ത് ചെയ്യാനല്ലേ ഇവിടെ ചേര ഞാൻ ഇരിക്കട്ടെ മാറോട്ട്. പുഡിങ് ഉണ്ട്. രാവിലെ തന്നെ ഞാൻ ഏകദേശം ഒരു 7-8 ചപ്പാത്തിയും 4 മുട്ടയും. ബൾക്കിംഗ് സീസൺ ആണ് മോനെ. ഇതൊക്കെ എന്ത് അച്ഛൻ ഉണ്ടാക്കിയ മുട്ടക്കറിയാ. ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും പറയാനായിട്ടില്ല. നമുക്കിപ്പോ ഒരു ക്ലബ് മഹീന്ദ്രയിലും പോകണമായിരുന്നു. ഒരു മഹീന്ദ്രയുടെ അവരെന്തോ 25ാം വാർഷികമോ എന്തോന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇന്നലെ കോള് വന്നായിരുന്നു. ഞാൻ അറിയാതെ കയറി ഏൽക്കുകയും ചെയ്ത്. അത് പറയുവാണ് സാറ് വരുന്നില്ലേ, 11:30 മറ്റേ മറിച്ച് കപ്പിൾ എൻട്രി ആണെന്ന്. അപ്പോൾ ഒന്നെങ്കിൽ ഞാനും വേറൊരു പെൺകൊച്ചുമായിട്ട് എന്ന് വെച്ചാൽ വൈഫായിട്ട് തരണം, അല്ലെങ്കിൽ അച്ഛനും അമ്മയായിട്ട് തരണം. അപ്പം അച്ഛനും അമ്മയായിട്ട് തന്നെ പോകണം. അച്ഛൻ അമ്മയ്ക്ക് കാലിൽ വയ്യ, എങ്ങനെ പോകാനാണ്? അച്ഛൻ കടയിൽ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ കോള് വന്നേ മഹീന്ദ്രയുടെ. വെറുതെ ഞാൻ വെറുതെ ഒരു മൂഡിലായപ്പോൾ ഞാൻ എല്ലാത്തിനും ഓക്കെ പറഞ്ഞു വിട്ട്. ഇപ്പൊ അവരെന്നെ തലയിരിക്കുക എന്ന് വെച്ചാൽ അവിടെ പോണം. ഇപ്പൊ അമ്മയ്ക്ക് കാലിൽ വയ്യുന്ന ഇറക്കറിയത്തില്ലല്ലോ. ഞാൻ വെറുതെ ഓക്കെ അടിച്ചു വിട്ടതാ. അമ്മ പോകുന്നുണ്ടോ? അമ്മ പോകുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ കാല് 2 ആഴ്ച കൂടി ഇല്ലേ കാലിന്റെ. അവരൊരു വൗച്ചർ തരും. വൗച്ചറൊക്കെ തരും പറഞ്ഞ് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ വെറുതെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഏതൊരു റിസോർട്ടിലുള്ള വൗച്ചർ 3 ദിവസം പിന്നെ 2 രാത്രിയുള്ള വൗച്ചറൊക്കെ തരുമെന്നൊക്കെ അവര് തള്ളി. അവര് കുറെ തള്ളു. അതിന്റെ ആവശ്യമായിരിക്കില്ല. എന്നാലും നമ്മള് ഫ്രീ ആയിട്ട് പറയും പിന്നെ ഓക്കെ പറഞ്ഞു പോയതാ. ഇപ്പൊ അവസാനം അവര് വിളിക്കില്ല അവിടെ നിന്ന്. ഓക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മ ആക്റ്റീവാണ്. അമ്മയ്ക്ക് ഒരു വിഷയമില്ല വരാൻ. കാല് കുഴപ്പമില്ലമ്മേ. കാല് കുഴപ്പമില്ല. പക്ഷെ കാല് കുത്തിച്ച് അവിടെ നടത്തിക്ക. കാല് കുത്തിക്കാൻ എന്താ ഫ്ലൈറ്റിൽ വന്ന് ഇറക്കുക? അത് വാക്കർ കൊണ്ടുപോകണം. വാക്കറെ കൊണ്ടുപോയിട്ട് ഇതെന്ത് അത്രയൊക്കെ വേണ? അപ്പൊ അവരോട് പറയണം അമ്മയ്ക്ക്. ഇന്നലെ എല്ലാം ഓക്കെ ഞാൻ പറഞ്ഞതാണ്. നീ പെട്ടെന്ന് കയറി അമ്മയ്ക്ക് കാലില് വയ്യെന്ന് പറയില്ല കേട്ടാ. നീ എന്തിനാ ഓക്കെ പറയാൻ? അത് വെറുതെ കോള് വന്ന് ഞാൻ ഓക്കെ ഹലോ പറഞ്ഞു. അവരെന്തൊക്കെ പറഞ്ഞു. ഓക്കെ ശരി നടക്കട്ടെ കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ വെറുതെ കൊണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് നല്ല സന്തോഷമുണ്ട്. എന്ത് അവിടെ ഒന്നും ഇല്ല. അവിടെ വെറുതെ ഓരോരോ കാര്യം പറയും. അവരുടെ സ്ഥാപന ജമ്മനം വസ്തുക്കൾ. അവരുടെ 25ാം വാർഷികം കണ്ട. ഇപ്പൊ എന്ത് പോകുന്നില്ല. ഇപ്പൊ കോള് വരുവരുടെ കോള് വരുമെന്ന് ഇയാളോട് ഞാൻ പറഞ്ഞല്ലായിരുന്നാ രാവിലെ റെഡിയാകട്ടെ പറഞ്ഞ. അച്ഛനത് റെഡിയാകാന്ന് പറഞ്ഞു. ഇപ്പൊ റെഡിയാ. അച്ഛനെ വിളിച്ചിട്ട് നമുക്കൊരു 12:30 സമയത്ത് പോവാം. എന്തായാലും പോകണ്ട. അച്ഛനും അമ്മയ്ക്കും. അച്ഛൻ എന്തായാലും കടയിലാണ്. അമ്മയ്ക്ക് കാലിന് വയ്യ. പിന്നെ അവര് നേരത്തെ വിളിച്ചപ്പോ എന്നെ കുറച്ച് ഗിൽറ്റ് ട്രിപ്പ് അടിക്കാൻ നോക്കിയെന്ന് വെച്ചാൽ ഗിൽറ്റ് ട്രിപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബുക്ക് ചെയ്ത് പോയി, ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണ്. അതിന് ഞാൻ പൈസ തന്നില്ല, നിങ്ങളുടെ ഫ്രീ വൗച്ചറാണിത്. ഇത് ക്യാൻസലിന്റെ എന്തുവാണ് ഫ്രീ വൗച്ചറുമായിട്ടുള്ള ബന്ധം എനിക്ക് മനസ്സിലാകുന്നില്ല. ഫ്രീ വൗച്ചർ ആകുമ്പോൾ എന്ത് ക്യാൻസൽ? ഓൾറെഡി ഫ്രീ ആയിരുന്നു. ആയിട്ട് അവർക്ക് മെയിൻലി അവിടെ കുറച്ച് ആൾക്കാർ വന്നാൽ മതി. അവരുടെ ആനിവേഴ്സറിക്ക് കുറച്ച് തിരക്ക് കാണണം ഷോറൂമിൽ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എനിക്ക് പോകാൻ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അമ്മേടെ കാലിൻ്റെ കാര്യം ഞാൻ ഓക്കെ പറയുന്ന സമയത്ത് വല്ലായിട്ട് ചിന്തിച്ചില്ല. അതേ ഒരു കുഴപ്പമുള്ളൂ. എന്തായാലും ഇപ്പം എറണാകുളം പോകണം. അത് വേറെ കാര്യം. എന്നാലും നോക്കട്ടെ. മോസ്റ്റ്ലി പോകത്തില്ല. എന്നാലും ഇനി അച്ഛൻ 10 വർഷം വന്നാൽ അച്ഛനൊക്കെ പറഞ്ഞ് നോക്കാം. ഞാൻ ഫുഡ് ഓർഡർ ഇട്ടിട്ടുണ്ട്. നമുക്ക് മേടിച്ചോണ്ട് വരാം. ഇന്ന് മറ്റേ മെയ്ഡ് വന്നിട്ടില്ല. മെയ്ഡിന് എന്തോ ആരോ മരിപ്പുണ്ട് വീട്ടിൽ. അപ്പോൾ ആര് കാരണം അവരുടെ റിലേറ്റീവുകാരുടെ മരിപ്പ്. അപ്പോൾ വന്നിട്ടില്ല. അപ്പം അമ്മയ്ക്ക് വേണ്ടി ഫുഡും എനിക്ക് വേണ്ടി ഫുഡും മേടിച്ചിരിക്കുകയാണ്. ജയിപ്പിക്കും വേണ്ടി. എന്തായാലും ഞാൻ ഫുഡ് കഴിക്കും. ഫുഡ് കിട്ടിയിട്ടുണ്ട്. അമ്മ എന്നാ ഫുഡ് വന്നാച്ചി. അമ്മ അതിനകത്ത് ബിരിയാണി ഉണ്ട്. അമ്മ കഴിക്കണ്ട. അമ്മയ്ക്ക് ചോറും ബിരിയാണി ഒന്നും ഇല്ല. അങ്ങനെ ചിക്കൻ ഉണ്ട്, അത് കഴിച്ചു അമ്മ. ചിക്കനും ബീഫും ഉണ്ട്, അത് കഴിച്ചു. ചോറൊന്നും ഇല്ല കേട്ടാ. ബീഫും ചിക്കനും മാത്രം, വേറെ ഒന്നും കഴിക്കത്തില്ല. ചോറ് എന്നാലും അമ്മ ഇടക്കിടക്ക് കുറച്ച് പോളി ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഇന്ത്യയിൽ ആദ്യം കണ്ടുപിടിച്ചൊരു രോഗമാണ്. അറിയില്ല. തൽക്കാലം ഞാൻ പറയുന്നത് കേക്ക്. ഡോക്ടറിന്റെ ഒക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർമാർക്ക് ഡോക്ടറോട് ചോദിക്കുക. നീ ഇവിടെ വീട്ടിൽ ഡോക്ടറെ ഇപ്പൊ നിശ്ചയിച്ച് ഞാനാണ്. നമ്മ കഴിച്ചാൽ മതി. ഞാൻ പറയുന്ന ആഹാരം എന്താ ഇരിപ്പുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറച്ച് ഹണി ഗ്ലേസ്ഡ് ആണ്. ഷുഗർ കൂടുതലായിരിക്കും. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കും. എവിടെയെങ്കിലും കൊണ്ടുപോവുക. എനിക്ക് വേണ്ടി ബിരിയാണി. അതൊന്നും നമ്മ കഴിക്കണ്ട. എന്ത് സാധനം മനസ്സിലാവുന്ന പോലും. ഇത് അമ്മയ്ക്ക് മേടിച്ച ബീഫാ. പക്ഷെ എണ്ണത്തിൽ കുറവാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ബിരിയാണി കുഴപ്പമില്ല കേട്ടോ. കഴിച്ചിട്ട് ചിക്കനും ഉണ്ട്, മുട്ടയും ഉണ്ട്. പറയാനായിട്ട് വിലയിട്ടൊന്നും ഇല്ല. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എറണാകുളത്തോട്ട് പോവാം. ഞാൻ അലയൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞാൽ രാവിലെ എന്തായാലും പറഞ്ഞാൽ തോന്നുന്നു. പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ അത് പോയിട്ട് റെഡിയാക്കാൻ പോകുക. JMB ആയിട്ട് പോകണം. ബൈക്കിൽ പോവാം. നമുക്ക് കുറച്ചൊക്കെ വെയിലൊക്കെ ആറിയിട്ട് ഇറങ്ങാന്നും പറഞ്ഞിരുന്നേ. ഇപ്പം വെയിൽ ഇപ്പോഴും ഉണ്ട്. സ്ഥലം പോവാം. അവിടെ JMB
JMB വണ്ടിയിലിരിക്കുന്നു, ഞാൻ ഓടിക്കുന്നതാണ് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ചട്ടി ഹെൽമെറ്റ് ഉള്ള എറണാകുളത്ത് കാണാനും. ഇപ്പൊ എവിടെയാ നമ്മള് വന്നിരിക്കുന്നത്? പല്ല് കാണിക്കാൻ. പല്ല് കാണിക്കാനാ? ഇവിടെ എന്താ വന്നത്? സ്വർണ്ണപ്പല്ല് കൊടുത്ത് ഹൈലിക്സ് എടുക്കാം. സ്വർണ്ണപ്പല്ലുണ്ടോ നിനക്ക്? ടൊയോട്ടയുടെ ഷോറൂം വന്നിരിക്കുകയാണ്. പോകുന്ന വഴി എന്തായാലും ഞാൻ ഈ ടൊയോട്ടയുടെ ഷോറൂം കണ്ടപ്പോൾ ഹൈലിക്സ് ട്രൈ ഔട്ട് ചെയ്യുന്ന വിചാരിച്ചു. 6 മണിയായി. 6 മണിക്ക് അവർക്ക് 6 മണി ആയതൊന്നുമില്ല, 5 മണി ആയതേ ഉള്ളൂ. നിനക്ക് ഓടിക്കണോ ഓടിക്കണ്ടേ? ഓടിക്കണ? ഈ ഗെറ്റപ്പില് കുറച്ച് ബോറാ. ഗെറ്റപ്പ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വലിയ വണ്ടിയാ. മോൻ കൊണ്ട് ഇടിപ്പിച്ച് എനിക്ക് പൈസ ഒന്നുമില്ല കൊടുക്കാൻ. നീ കൊടുക്കണ്ട, ഞാൻ ഓടിച്ചോളാം. 4 മീറ്റർ കൂടുതലുണ്ട്, അത് മോൻ ഓടിക്കും. അത് ഞാൻ പിന്നെ XUV 9 എത്ര മീറ്റർ ഉണ്ടായിരുന്നു? അവിടെയല്ല എൻട്രൻസ്, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും. ഇവിടെ എന്താണ് ഇങ്ങനെയൊക്കെ സർവീസും ഡ്രൈവിംഗ് സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ത്യയിൽ ഒരേ ഒരു ഓപ്ഷൻ ആണ്, എനിക്ക് പിക്കപ്പ് ട്രക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. പക്ഷേ ഇന്ത്യയിൽ ഈ ഹൈലിക്സ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഈ ഹൈലിക്സ് ഇസൂസും അല്ല ഫോർഡ് റാപ്റ്ററൊക്കെ ഉണ്ടായിരുന്ന കിടുവായിരുന്നു. കാണാനൊക്കെ ഉള്ള ഇത് വെച്ചാൽ ഇതേ ഉള്ള ഫോർഡ് റാപ്റ്റർ ആണ്. എന്നാലും ഫോർഡ് റാപ്റ്റർ കൂടെ നല്ലത്. എന്തുവാടാ ഇടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോകണം. തിക്കിലൊക്കെ ഉണ്ട്, ടയറൊക്കെ മാറ്റേണ്ടി വരും. ഇരുന്ന് നോക്കുന്ന കീറകത്ത്. നീ എന്താ അകത്തുനിന്നൊക്കെ തുറന്നത് ആണോ? പിള്ളേ കീറി ഈരി പിള്ളേ. ഇതിന്റെ എങ്ങനെ ഉണ്ട്? എന്ത് സാധനം? എന്താ അത്? ഫോർച്യൂണറിന് തന്നെ പഴയ ഇന്ത്യയിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒന്നുമില്ല. ഒരു EV എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഞാൻ ഇതെടുത്തേനെ. പക്ഷേ ഇത് പുറകില് സ്പേസ് കുറച്ച് കുറവാണെന്ന് പറഞ്ഞാൽ പോലും ഇല്ലേ, സീറ്റ് കുറച്ച് നല്ല കുഷ്യനിങ് ഒക്കെ നല്ലതാണ്. സീറ്റ് കുഴപ്പമില്ല, നൈസാ. സ്പേസിങ്ങിന് കുറച്ചൊരു ഇതുണ്ടെന്ന് വെച്ചാൽ നല്ല അടുത്തല്ലേ ഫുള്ളും. ടൊയോട്ടയ്ക്ക് EV ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് കാണും. ഇന്ത്യക്കകത്ത് എനിക്ക് ഓർമ്മയൊന്നും. കുറച്ച് നല്ല അടുത്താ, എന്നാലും ആ സീറ്റൊക്കെ നല്ലതാണ്. ഒരു സമയത്ത് യെല്ലോ പ്ലേറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്, ഇപ്പൊ നോർമൽ വൈറ്റ് നമ്പർ പ്ലേറ്റ്. എങ്ങനെയുണ്ട് ഫ്രണ്ടിലത്തെ സീറ്റൊക്കെ? പറയണേ വല്ലോ. AC കാറ്റാൻ AC വരുന്നില്ല, എഞ്ചിൻ ഓണാകത്തോണ്ട്. അത് ഈ ഷോറൂമിനകത്ത് ഓൺ ആകത്തില്ലെന്ന് പറയുന്നത്. നല്ല ഇറക്കമുണ്ടല്ലോ. ഫുഡ് റെസ്റ്റ് വേണം കേട്ടോ, അല്ലെങ്കിൽ ചാടി കയറി ഇരിക്കേണ്ടി വരും. ഇതിന്റെ സീറ്റ് കൊള്ളാം കേട്ടോ. ഫ്രണ്ടിൽ എനിക്ക് തോന്നുന്നു ഇരുന്ന് പോകാൻ. അതിനെക്കാട്ടും നല്ലതല്ലേ ഇത്? നോർമൽ സീറ്റിൽ നല്ല കുഷനിങ് ഉണ്ട് ഇതിന്. കുറച്ചേറെ കുഷനിങ് ഉണ്ട്. പക്ഷെ വില കൂടുതലായി. 46-ന് ടൊയോട്ടയ്ക്കുള്ള ഇന്റീരിയർ ഒന്നും ഇല്ല ഇതിനകത്ത്. വേറെ ഇത് 26-നൊക്കെ ആണെങ്കിൽ കറക്റ്റ് പ്രൈസാ. 46 അല്ല, 46 ഒട്ടും അല്ല. പക്ഷെ വണ്ടി എന്തായാലും ചേട്ടൻ ടെസ്റ്റ് ഡ്രൈവ് ഇറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത ഈ മാസം അവസാനത്തേക്ക് വിളിച്ചു പറയാന്ന് പറഞ്ഞു. ഇത് എടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആദ്യം ഞാൻ EV എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ സൈഡിൽ എത്തിക്കാൻ നേരത്തെ പാസഞ്ചറിന്റെ എയർ ബാഗ് എനിക്ക് ഓഫ് ചെയ്യാൻ പറ്റുമോ? വണ്ടി കൊള്ളാം, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഇത് മറ്റേ ഹൈഡ്രോളിക്സ് ഉള്ളതുകൊണ്ട് നല്ല പതുക്കെ താഴ്ത്തിട്ട് വരുന്നു. എന്ത് പറയുന്നു? ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് ഓടിച്ചിട്ട് പറയാം. വണ്ടിക്ക് നല്ല പൊക്കം. അത് എൻ്റെ കഴുത്ത് ഇവിടം വരെ വരും. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഓർത്ത് പൊങ്ങാത്തതാണോ? പക്ഷേ ഇത് 2 കൈയുടെ ഓപ്പറേഷൻ. വർക്കൗട്ടും ചെയ്യല്ലേ അപ്പൊ? ഇൻസുലേഷൻ ഉണ്ടാകും. എന്താ മേളിൽ കയറി ഇരിക്കണ? അത് നിനക്ക് പൊങ്ങത്തില്ല, വിട്ടേക്ക്. അല്ലാതെ റെഡി ആക്കണം. ആ വണ്ടി 46, 49 ഒരു പോകത്തല്ല. ഒരു 8 ലക്ഷത്തിന്റെ ഓഫറൊക്കെ ഇടക്കിടക്ക് വരും. ആ സമയത്ത് വരാൻ പിന്നെയും കൊള്ളാം. ഹൈറ്റുള്ള എനിക്ക് ഇപ്പൊ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ അല്ല. അവൈലബിൾ എപ്പോഴാണ്, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുവരും. ഞാൻ മേടിക്കാൻ പോകുന്നില്ല, പക്ഷെ എനിക്ക് പിക്കപ്പ് ട്രക്ക് ഇഷ്ടമാണ്. ആദ്യം EV മേടിക്കട്ടെ, അല്ല ഇത് നമ്മൾ EV ആദ്യം എടുക്കും, എന്നാലും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടേ ഉള്ളൂ. ബോയ്സ് നമ്മളിപ്പോൾ ഡെന്റിസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അലയൻസ് ഇതാ അല്ലേ? നീ ഓൾറെഡി ഇട്ടിരിക്കുകയാണ്, അപ്പോൾ കുറച്ച് അപ്ഡേറ്റ് ചെയ്യാം. ശരി നടാ. ഇവിടെ നല്ല തിരക്കുണ്ട്. പോസ്റ്റ് ആവുമോ? എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് പോസ്റ്റ് ആയിരിക്കും. കുറച്ചേറെ ആൾക്കാരുണ്ടോന്നേ. ഞാൻ പറഞ്ഞില്ലേ അതിന് വരുമെന്ന് പറഞ്ഞു. എത്ര മണിക്കാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവസാനം JMB കൂടെ എത്തി. ചെല്ലടാകത്തിട്ട് അവനത് പിന്നെ സ്കാൻ എടുത്തോണ്ടിരിക്കുകയാണ്. അവൻ്റെ പല്ല് അവിടെ പതിഞ്ഞു വരുന്നു. ഇത്രയും പല്ലിനെ ക്ലോസപ്പ് ഒക്കെ വേണം നിങ്ങൾക്ക്. ഇവൻ്റെ താഴത്തെ പല്ല് കുറച്ച് DK ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുഖത്തേക്ക് ലാഫിംഗ് ഗ്യാസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ റിയാക്ഷൻ കാണാം. ലാഫിംഗ് ഗ്യാസ് വെച്ച് കഴിയുമ്പോൾ അവൻ്റെ ലാഫിംഗ് ഗ്യാസ് കൊടുക്ക്, ഇരിക്കട്ടെ. ഞാൻ അത്ര നേരം നിൽക്കത്തില്ല, ഊരുമ്പത്തേക്ക് തീരും. നീ എന്താണ് ഫിറ്റായിരിക്കാൻ പോകുന്നത്? അപ്പം ലാഫിംഗ് ഗ്യാസ് ഒന്നും ചിരിക്കത്തില്ല. എന്നാ നമുക്ക് നോക്കാം. അവൻ്റെ മൂക്കിലോട്ട് വെക്കാൻ പോകുക കേട്ടോ. കിടന്നോളൂ, നീ പേടിക്കണ്ട. ഇപ്പൊ തീരുമാനമാവും. അവനൊക്കെ ഇപ്പോഴും ചിരി വന്നിരിക്കും. ഗ്യാസ് വരുന്നുണ്ടോ? അവിടുന്ന് ലാഫിംഗ് ഗ്യാസ് ഓണായിക്കൊണ്ടിരിക്കുക. ഇവന്റെ തിരുമോന്തയിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് സ്മെല്ലല്ലോ ഉണ്ടാ? ഇല്ലല്ലേ, ഓർഡർലെസ്. അത് ഓൾറെഡി കുറെ കിട്ടുന്നുണ്ട്. അതിന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നോക്കട്ടെ, ഇത് പെട്ടെന്ന് റിയാക്ട് ആവുക. 70 ഒക്കെ എത്തുമ്പോൾ റിയാക്ട് ആവുമല്ലോ. ഹൈ ഒന്നും ആകത്തില്ല. നീ എന്തോ വിചാരിക്കുന്നു? ജസ്റ്റ് ഒരു മയക്കം. അത് 70% ഒക്കെ ആയി വരുമ്പം ഒന്നും തോന്നില്ല എനിക്ക്. ഫുൾ ടാങ്ക് വലിച്ചു വീട്ടിൽ കൊണ്ടുപോകാനാടാ. എന്ത് പറ്റിയടാ?
സത്യം വെച്ചത് തെറ്റുന്നുണ്ട്. ഇത് അതൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കേട്ടോ എന്റെ ബുക്കിൽ. ഒന്നൊന്നും മലം പറയാനുണ്ട. കൊള്ളാം സംഭവം. വെച്ചു കുഴപ്പമില്ല. എന്താ ചിന്ത ലാഫിംഗ് ക്ലാസ്സിന് മാത്രം ഇത് വല്ല മൂന്നാം കൊണ്ടുവച്ചു കേട്ടോ. എന്തിനകത്ത് ഞാൻ ശരിക്കും മനസ്സിലാവില്ല. അങ്ങനെയില്ല, എന്തോ പറയുന്നവരായിട്ട് ഒരാകാംക്ഷ. എടാ ഫുൾ ടാങ്ക് കാലിയാവാ നീ മരിച്ചു വരിച്ചു. അല്ല വല്ലതും പറ്റുമോ? എന്തോ എന്താ മൂഡ്? നീ ചിരിക്കുന്നില്ലല്ലോ ഇത്ര നേരം. ഇവിടെ അനക്കൊന്നില്ലാത്ത കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു. ഒരനക്കില്ല എന്തൊക്കെയാണ്. ഞാൻ അനക്കൊന്നില്ല കേട്ടോ. ഇത് കണ്ണടക്കുന്ന മാത്രമേ ഉള്ളൂ. ഫൈനലി ബോധം വന്നിട്ടുണ്ട് അവന്. അവൻ ബൈക്കൊക്കെ ഓടിച്ചത് സ്വപ്നത്തിലാണെന്നൊക്കെ പറഞ്ഞത്. അവന് മൂക്കിൽ നിന്ന് ഇപ്പൊ എടുത്ത് മാറ്റി. നീ എന്തൊക്കെയാണ് വീഡിയോക്കകത്ത് പറഞ്ഞത് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം നിനക്ക് ബോധം പോയി കഴിഞ്ഞു. എനിക്ക് കാണിക്കുന്നില്ല, ഡയറക്റ്റ് ആൾക്കാരെ കാണട്ടെ. റിപ്പോർട്ട് ചെയ്യുന്ന കണ്ണാടി ഉണ്ടോ ഇല്ലതോ എന്റെ പറയുന്നത്. കണ്ണ് തുറന്നു കിടന്ന് ഉറങ്ങുമായിരുന്നു. സത്യം പറഞ്ഞ ഒരു മിസ്റ്റേക്ക് പറ്റി വെച്ചില്ല. നിനക്ക് ബോധമാകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല. നീ മാത്രമല്ലായിരുന്നു, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഉറക്കെ വിളിച്ചായിരുന്നെങ്കിൽ നിലവിളിച്ചിരുന്നെങ്കിൽ ഇറങ്ങി ബോധം നിന്റെ എന്റെ പോവല്ലോ. റിസ്ക് ആണ് കേട്ടാ. നിനക്ക് റിസ്ക് ആണെന്ന് പറഞ്ഞാൽ എന്റെ ബോധം നഗ്ന സത്യങ്ങളെല്ലാം കൊടുത്ത് എനിക്ക് മനസ്സിലായി അതിന്റെ എഫക്ട്. ഇത് ചെയ്യാൻ നല്ലതല്ലേ. ചെയ്താ കൺട്രോൾ ഇരിക്കത്തില്ല, വായത്തൊന്നും എല്ലാം പറയും. തോന്നുന്നേ എനിക്ക് ആദ്യം കൊടുക്കുമ്പോ അവസാനം ഒരു ബ്ലർ വിഷൻ ഉണ്ട്, പിന്നെ ഒന്നും ഓർമ്മയില്ല. അത് നിനക്കാണ്, എനിക്കല്ല. എന്റെ അല്ലെങ്കിൽ ഓർഡർ കിട്ടിയത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്തു. ട്രൈ ചെയ്യണ്ട, എന്തായാലും ഞാൻ വീഡിയോ എടുത്തല്ലേ. റിസ്ക് അത് കാണുന്ന പോലല്ലേ. എനിക്ക് ആവശ്യം എടുത്താൽ പിന്നെ മനസ്സിലായി എന്റെ സംഭവം ഉണ്ട്. ഒരു പോയിന്റ് എത്തിയിട്ട് ബ്ലറാ, പിന്നെ ഒറ്റയടിക്ക് ഇതില്ല. ഒരുപാട് എക്സ്പെക്ടേഷൻ വേണ്ട. നല്ല എക്സ്പെക്ടേഷൻ വെച്ചോ. എനിക്കും ഇല്ലായിരുന്നു, പക്ഷെ നല്ല എക്സ്പെക്ടേഷൻ വെച്ചു. ഒരു സമയം എടുക്കും, ഒറ്റയടിക്ക് കിട്ടത്തില്ല. പതിയെ ബിൽഡപ്പ് ഉള്ളൂ, പതിയെ ബിൽഡപ്പ്. എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഈ ബൾബ് നോക്കിയാൽ മതി. എനിക്ക് ഈ ബൾബ് മാത്രമേ ഓർമ്മയുള്ളൂ. അവസാനം ഓപ്ഷനാണ് ഇപ്പോൾ പഠിക്കുന്നത്. നൈട്രോജൻ തന്നെയാണ്. എനിക്കാദ്യം ഓക്സിജൻ തന്നിട്ടായിരുന്നു, പിന്നെ ഓക്സിജൻ പോലും ഇല്ല, ഡയറക്റ്റ് നൈട്രോജൻ. ഡയറക്റ്റ് എഫക്റ്റ് ആണ്. ഇത് വെച്ചോ വേണമെങ്കിൽ. അറ്റ്ലീസ്റ്റ് ഹൈ ആവുമ്പോൾ നല്ല കാണാൻ രസമായിരിക്കും. എനിക്ക് സൗണ്ടൊക്കെ എന്റെ ദൈവം ബേസിക് കേൾക്കാം, പക്ഷെ എനിക്ക് കേൾക്കുന്ന വേറെ എന്നെ നോക്ക്. ഇവിടെ 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 ഒന്നുമില്ല. ഇതെത്രയാ? കുറച്ച് കണ്ട് ഇത് പൊക്കോളൂ, പേടിക്കണ്ട പോൻ. കുറച്ചുകൂടെ കൂട്ടട്ടെ, ഒരു 99 ഒക്കെ തരട്ടെ. സൗണ്ട് എന്റെ നെഞ്ചിനകത്ത് എന്തോ ഒരു കൊള്ളുക. എനിക്ക് മനസ്സിലായി എന്തോ വ്യത്യാസം. സൗണ്ട് വേറെ ശ്വാസം അതിൽ കൂടെ മാത്രം എടുത്തോ, ഡീപ്പായിട്ട് വലിച്ചെടുത്തോ. ഫുള്ള് ശ്വാസത്തെ കുറിച്ച് ബുദ്ധിമുട്ട് വരും, അന്നേരം വലിച്ചെടുത്തു. 1 ടൈം യൂസ് ആണ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നല്ലൊരു വലിച്ചെടുത്തു. ഡോക്ടർ ഇത് ഇടക്കിടക്ക് ചെയ്യോ? ഈ സംഭവം വീട്ടിൽ വിളിച്ചു നോക്കാൻ പറ്റുമോ? അർജുൻ ഹലോ, പോയാ ചത്ത പോൻ. ഹലോ അല്ലെങ്കിൽ തീർന്ന എഫക്ട് തീർന്ന
കുറച്ചേരം കൂടി ഉണ്ടാവും. അപ്പൊ ഇടയ്ക്ക് കഴിഞ്ഞു പോയില്ലേ? ഇടയ്ക്ക് കഴിഞ്ഞു പോയി. എനിക്ക് മനസ്സിലായി അറബി എന്ന് പറയാം, ഏതോ ഭാഷ പറയുന്നത് കേട്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോ അറബി ഇതൊക്കെ പറയുന്നത് കേൾക്കുന്നത്. അവിടെ എത്തിയപ്പോ എനിക്ക് കണ്ണിയൊന്നും കാണാൻ വലിയൊരു എല്ലാവരുടെ ഒരു ഷേപ്പ് മാത്രം കാണാതെ ഇവിടെ അതേ ഉള്ളൂ. ഇത് തീർന്നു അങ്ങോട്ട് കയ്യിൽ പോയി. അവിടെ എനിക്ക് പോയത് ലൈസൻസ് എടുക്കാം, അത് വീട്ടിൽ കൊണ്ടുവെക്കാം. ലൈസൻസ് ഉണ്ടേ എന്റെ ബോധം പോകണേ. ഞാനിപ്പോ ഇവിടെ എത്തിയത്. ഇടക്കൊച്ചില്ലായിരുന്നു ഇവിടെ. ഞാൻ അറിയാം, പോയിട്ടുണ്ട്, ഓൾറെഡി പോയത് അവിടെ. ആ സ്ഥലത്ത് ഞാനേ പോയതാ. അറ്റ്ലീസ്റ്റ് ഞാൻ ബൈക്കിൽ പോയിരുന്നു. ഇല്ല, ഞാനിത് അബുദാബിയിൽ കണ്ടായിരുന്നു. കൂടുതലായിട്ട് നമ്മള് കുട്ടികളുടെ ഉപയോഗിക്കുക. കുട്ടികൾക്ക് കരയുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, വളരെ പേടിയുള്ള കുട്ടികൾ, അവർക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കാമായിട്ട് അവർ സർജറി ചെയ്ത് റിമൂവ് ചെയ്യുമല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാല് ഒട്ടും ടെൻഷൻ ഇല്ലാതെ ആൾക്ക് കിടക്കാൻ പറ്റും. പിന്നെ കൂടുതലായിട്ട് പേടിയുള്ള ആളുകൾ ഒട്ടും ഫീൽ ആകത്തില്ല. ഇത്രയും നമ്മൾ ഹൈയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ചില ആൾക്കാർക്ക്, ചില ആനനെ പോലെ ആൾക്കാർക്ക് വേണ്ടി എന്റെ കയ്യിൽ എനിക്കുള്ള മനസ്സിലൊക്കെ വെച്ച് ഞാൻ കുറച്ചു കേട്ടൊക്കെ പുള്ളിരുന്നുണ്ടോ ഇവിടെ നിന്നൊക്കെ എന്തോ ഒരു സംഭവം പോകുന്ന മുങ്ങി വരുന്നതായിരിക്കും എനിക്ക് നല്ലത്. അവതാരെന്താ സംസാരിക്കും ആയി മാറിയില്ല. അതിന്റെ മിനി വെർഷൻ കിട്ടുമോ വീട്ടിൽ വെക്കാൻ വേണ്ടി? ഇതാക്കുമ്പോഴത്തേക്കും ആ ഒരു 5 minutes ഓക്സിജൻ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ബോഡിയിലുള്ള ഈ ഡ്രഗ് മൊത്തം കിട്ടത്തില്ല. അതായത് ഇതിന്റെ ഏറ്റവും വലിയ ഫാക്ടർ ഇത് കിട്ടത്തില്ല നിങ്ങളുടെ ബോഡിയിൽ. ഹാഫ് ലൈഫ് തീരെ ഇല്ല. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഇതിലേക്ക് നിങ്ങൾക്ക് യു റിമെമ്പർ വോട്ട് വെന്റ് റൈറ്റ്. അത് തന്നെയാണ് സംഭവം. ബേസിക്കലി ഈ ഡെന്റൽ നമ്മൾ ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇതിൽ വരുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു പ്രൊസീജിയറിൻ്റെ പേടി ആണല്ലോ. അപ്പോൾ അവർക്ക് ഈ കോൺസെൻട്രേഷൻ പുറത്ത് കഴിയുമ്പോൾ അവർക്ക് പേടി ഉണ്ടാവില്ല. ബിക്കോസ് ദേ വുഡ് റിമെമ്പർ ബേസിക്കലി വാട്ട് ഹാപ്പൻ വിത്ത് ദം. അതേ സെയിം തിങ് ഇസ് സർജിക്കൽ റിമൂവൽ അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയർ ആണെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ പ്രൊസീജിയറിൽ എന്താ നടന്നാൽ അവർക്ക് വലിയ പിടുത്തം ഉണ്ടാവില്ല. 70 100 വരെ അടിച്ചു വെച്ചായിരുന്നില്ലേ? 100 കിട്ടാൻ താഴ്ത്തി കൊണ്ടുവന്നത് ഓപ്ഷൻ ഡയറക്റ്റ് ഫുൾ സപ്ലൈ. എന്തൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് അറിയാമോ? ഞാൻ ഒന്നും വിളിച്ചു പറഞ്ഞില്ല. ആരും മനസ്സിലായി. പക്ഷെ ഏറ്റവും ഒന്നും വിളിച്ചു പറഞ്ഞില്ല. അവര് പറയാതിരിക്കുവോ? ഞാൻ പറയണ്ടെന്ന്. മോന്റെ നെഞ്ച് തകരും. ഈ ഇത് അറിഞ്ഞ അണ്ണന്റെ ചാനൽ ചാവും. അറിയോ? ചാനൽ ഇട്ടോ അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞേ. ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് ഇടുന്നില്ല. അണ്ണന്റെ ചാനൽ വിറ്റ് കാര്യം വെച്ചില്ലേ, ഞാൻ വിചാരിക്കും എനിക്ക് ബോധം വരുന്ന സമയത്തില്ലേ, ഞാൻ എന്റെ ബോധം ബ്ലറായി ഫുള്ളും പോകും. പിന്നെ ഒന്നും പോയി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊന്നും ഇല്ല. പിന്നെ ബോധം വരുന്ന സമയത്ത് നമുക്കൊരു എല്ലാം മുമ്പിൽ ഇവനും 2 ഡോക്ടർമാരും ഉണ്ടായിരുന്നില്ല. അവരുടെ കട്ട് ഔട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു സ്റ്റിൽ ഫ്രെയിം, ഒരു ഫ്രെയിം മൂവ്മെന്റ് ഒന്നുമില്ല, ഒരു ഫോട്ടോ നടുക്കട്ടെ നിൽക്കുക. അത് തിരിച്ച് ബോധം വരുന്ന കാര്യം പറയാം. അപ്പൊ ഈ ഫ്രെയിം കാണും. ഫ്രെയിം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നത് ഈ ഫ്രെയിം ഞാൻ അവസാനം കണ്ട ഫ്രെയിമാണെന്നാ, ബോധം പോകുന്നതിന് മുമ്പേ കണ്ട അവസാനം. പക്ഷെ ഇത് എന്റെ ബോധം വന്ന് നീ സംസാരിച്ചു തുടങ്ങുന്നില്ലേ, നിന്നെ ഞാൻ കണ്ടു തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് കണ്ട ഫ്രെയിം തന്നെയാണ് തുടക്കം തൊട്ടേ ഇങ്ങനെ നമുക്ക് തോന്നുന്നത്. അങ്ങനെയായി എന്നുവെച്ചാ നമ്മളിപ്പം എനിക്ക് തോന്നുന്നത് നേരത്തെ അവസാനം കണ്ട ഫ്രെയിം ആണെന്നാ. പക്ഷെ ഇത് എനിക്ക് ബോധം വരുമ്പോ എന്താണ് തുടങ്ങുന്ന ആ തുടക്കത്തെ ഫ്രെയിം തന്നെ കുറച്ചേറെ നീട്ട് വെച്ച് കണക്ക് എനിക്ക് ഫീൽ ആയി. മോന്റെ POV, എന്റെ POV അതല്ല. കിടന്ന് കരയുമായിരുന്നു JMB ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പോട്ടെന്ന്. എന്റെ പക്ഷെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. അവസാന ഫ്രെയിമിൽ കണ്ടത് മോനെയാ. എനിക്ക് ഈ ഫ്രെയിമിന്റെ സംഭവം ഉണ്ട്. ഫ്രെയിം ഒറ്റയടിക്ക് കട്ട് ഔട്ട് ആവും. മോന്റെ സ്റ്റിക്കർ ആക്കും, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റിക്കർ ആക്കും. മോൻ സ്റ്റിക്കർ ആവുന്ന പോലെ എനിക്ക് പൊങ്ങിയൊക്കെ സ്റ്റിക്കർ ആയിട്ട് 3D എഫക്റ്റ് ഒക്കെ കിട്ടി. സ്റ്റിക്കർ ആവും. സ്റ്റിക്കർ ആവും. പിന്നെ ഞാൻ ബൾബിൽ നോക്കി. ബൾബ് എനിക്ക് 3 ഒക്കെ ആയിട്ട് ഇങ്ങനെ ബ്ലർ ആയിട്ടുള്ള സംഭവം തോന്നി. പിന്നെ ഒറ്റയടിക്ക് കട്ടാ. പിന്നെ എണീക്കുക. പിന്നെ എനിക്ക് ഞാൻ മറ്റേ ബൈക്ക് റൈഡ് അതൊക്കെ സംഭവം എൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എണീറ്റിട്ടാണ് മറ്റേ ലൈക്ക് ഞാൻ ഉറങ്ങുമായിരുന്നു. എനിക്ക് കുറെ നേരം പോയ ഫീൽ ഉണ്ടായിരുന്നു. കുറെ നേരം ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ഉറക്കം ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അലൈനേഴ്സ് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാൻ ഡോക്ടർ നിയാസ് നസീർ. ഇവര് നല്ല ഫണ്ണാ കേട്ടോ. എല്ലാരും ആൾക്കാരെല്ലാം ഫണ്ണായതുകൊണ്ടാണ് എന്റെ ലാഫിംഗ് ഗ്യാസിൽ ഇട്ടത്. എനിക്ക് വയ്യ, ലാഫിംഗ് ഗ്യാസ് കിടുവായിരുന്നു. എന്നാലും ഞാൻ നമ്പർ വേറെ എന്തായാലും അടി കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനകത്ത്, നിങ്ങൾക്ക് വേണം ചെക്കൗട്ട് ചെയ്തു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് 2 മണിക്കൂർ പാതിരാത്രി ആവാൻ വീട്ടിലെത്താനായിരുന്നു.
ഫുഡ് കഴിച്ചിട്ട് പോവാം. 2 മണിയാ? 2 മണിക്കൂർ ആയിട്ട് ഈ അന്തന്റെ കണ്ണാടിയും വെച്ചുകൊണ്ട് കിടന്ന് പറയിപ്പിക്കരുത്. ഇതിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന പോർക്കാണ്, പോർക്ക് റിബ്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ പറയാം, കുറച്ച് ചെറിയൊരു പോർക്കി ടേസ്റ്റ് ഉണ്ട്. പോർക്കി അല്ല, അതിന് എന്ത് ടേസ്റ്റ് ആയിരിക്കും? ഇതുവരെ അങ്ങനെ പോർക്കിന്റെ കഴിച്ചിട്ടില്ല റിബ്സിൽ. അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ആയിട്ട് പോകുന്നു. സോസ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ ഫ്ലേവർ നല്ല ഹെവി. ബോയ്സ് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഇനി പോകുന്ന വഴി പകുതിക്ക് നിന്നതാണ്. എന്നാലും വീട്ടിലോട്ട് പോട്ടെ. ചന്തി വേനെടുക്കാൻ ജസ്റ്റ് നിന്നതാ. എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. ബോയ്സ് ആൻഡ് ഗേൾസ് ചോദിക്കരുത് എങ്ങനെ വീട്ടിലെത്തിയെന്ന്. ദൈവമേ, സോംബിനെ കണക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വരുമായിരുന്നു. എനിക്ക് ഒരു ഓർമ്മയും ബോധവും ഇല്ല. അച്ഛനും അമ്മ എല്ലാവരും കിടന്നു കഴിഞ്ഞ് 2-2:30 വെളുപ്പിനെ 3 മണിയാകണ്ടാകുന്നു. ജെയിം കയറി കിടന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നാളെ കാണാം. ടേക്ക് കെയർ. പീസ്.